ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ലെമൺ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓവനൊന്നുമില്ലാതെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് പാനിൽ വെച്ചുണ്ടാക്കാവുന്ന ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം തന്നെ നമുക്ക് ഈ കടായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ ഈ കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്റ്റാൻഡ് വയ്ക്കുന്നതാണ്. ഇതല്ലെങ്കിൽ വല്ല സ്റ്റീൽ റിങ്ങോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഇനി നമുക്ക് ഇത് ചൂടാവുന്ന നേരം കൊണ്ട് കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് 1-2 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയല്ല, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത നല്ല തൈര് നോക്കി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ചേർക്കണം. മുട്ട സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത മുട്ട കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യാനായിട്ട് വല്ല ഹാൻഡ് മിക്സറോ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു വിസ്കോ ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് മുട്ടയുടെ സ്മെല്ല് പോകാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നാരങ്ങയുടെ തൊലി ചുരണ്ടി എടുത്തതാണ്, അത് 1 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഇതിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലെമൺ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാനിത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഈ ടിന്നിൽ കുറച്ച് ഓയിൽ പുരട്ടി ഒരു പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 3-4 പ്രാവശ്യം നല്ലപോലെ ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കും. ഇപ്പം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഏകദേശം 20 മുതൽ 22 മിനിറ്റ് വരെ എടുക്കും ഇത് കുക്കായി വരാനായിട്ട്. ഈ ലിഡിൻ്റെ ഹോളിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം. ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കടായിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഈ കേക്ക് തണുക്കാനായിട്ട് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടിന്നിൽ നിന്ന് ഇത് മാറ്റാം. ഞാനിത് കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സിമ്പിൾ ഡെക്കറേഷനാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണം. അത് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് വേണം ഒഴിക്കാൻ, പെട്ടെന്ന് ഇത് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതുപോലെയുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓവറായിട്ട് വെള്ളമാവാനും പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലേസ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. കുറച്ച് നാരങ്ങയുടെ തൊലി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് ഷുഗർ ബോൾസ് സിൽവർ കളറുള്ള അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, അവനവൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ 2-3 നാരങ്ങയുടെ സ്ലൈസ് കൂടി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല റിഫ്രഷിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല കേക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.